Let's go. അയ്യോ ചേച്ചി ആ മക്കളെ സത്യം ഞാൻ മനസ്സിലാക്കിയിരിക്കുകയാണ് ഗൈസ്. തൊഴാൻ ചെന്ന് നിന്നത് നമ്മൾ കയറണമെന്നെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ചുമ്മാ കയറ്റി വിടത്തല്ല അവര്. പണ്ട് ഇവൾ എന്നെ സ്റ്റെയറിന്റെ മുകളിൽ തള്ളിയിട്ടുണ്ട് കുഞ്ഞിലെ. നല്ല അടിപൊളി വ്യൂ ആണ്. ലുക്ക് ആയിട്ടില്ലേ? ഞാൻ ആക്ച്വലി ഫോണിൽ എടുത്തുവിടാ, പക്ഷെ ഞാൻ അതിന്റെ ഇടയിൽ എടുത്ത് 2 ക്ലിപ്പ് ഞാൻ ഇതിൽ കൂടെ വെട്ടിക്കയറ്റാൻ കഴിച്ചു. വഴിവെക്കം നിൽക്കുന്നു മലേഷ്യയുടെ വഴിവായിരിക്കും. എന്നെ ചീത്ത വിളിക്കുമെന്നെ കമന്റ് ഒക്കെ ഇടുമോ? പണ്ട് വാട്സപ്പില് ഫേമസ് ആയിക്കൊണ്ടിരുന്ന ചേച്ചി നോക്ക്, മോമോസ് ആണ് ഇരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറാ നോക്കിയാണ് നിങ്ങള്. മിററില് 2 മോമോസ്. അപ്പൊ ഞങ്ങള് ഫുഡ് കഴിച്ചു. ഇനി നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ചേട്ടൻ വന്നിട്ടുണ്ട്. സോ നമ്മള് റൂമിൽ പോയിട്ട് ബാഗൊക്കെ എടുത്ത് ഷട്ടപ്പട ഓടി ചേട്ടൻ്റെ അടുത്തോട്ട് പോകണം. ഫുഡ് കഴിച്ചെന്ന് പറയാം. സോസേജ് കഴിച്ചു നമ്മള്, വേറെ കഴിച്ചിട്ട്. ഫുള്ള് ഇടനാടിയാണ് കേസ്. ഇവിടെ കണ്ടുപിടിക്കാൻ തന്നെ നമുക്ക് കുറച്ച് ടൈം എടുക്കും, എവിടെയാണ് എന്താണെന്നൊക്കെ. 2-3 വട്ടം കയറിയാലും പിന്നെയും നമുക്ക് കൺഫ്യൂഷൻ അടിക്കും. എടോ തന്റെ റൂം നമ്പർ എത്രയാ? ഞാൻ അപ്പോഴേ പറഞ്ഞു. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ മലേഷ്യയുടെ സെന്റർ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയാം, ബത്തു കേവ്സിലാണ്. ഒരു 100-300 പടിയുള്ളൂ കയറാനായിട്ട്. ഒരു 3 മണിക്കൂർ എടുക്കുമായിരിക്കും. ഞാൻ കാണിച്ചു തരാം. ഇതേ കണ്ടോ, അത്രയും ഇതേ കണ്ടോ മുകളിലൊരു ടെമ്പിൾ. അത് ഫുൾ സ്റ്റെപ്സ് ആണ് ആ കാണുന്നത്. അത് ഫുള്ള് നമ്മൾ നടന്ന് കയറണം, എങ്കിലേ നമുക്ക് മുരുകൻ ഇരിക്കുന്ന അമ്പലത്തിലോട്ട് നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഇത് അമ്പലമാണ് ശരിക്കും, പക്ഷെ അത്രയും കയറണം ഗൈസ്. ഇരുന്നും നിന്നും നടന്നൊക്കെ കയറാം. എനിക്ക് തിരിച്ചിറങ്ങുമ്പോഴത്തേനും കുഴപ്പമില്ല. നോക്കാം, ലെറ്റ്സ് സീ. അന്നസി ഹായ് ഹായ്. അപ്പൊ നമ്മള് കയറാൻ പോവാണ് ചേച്ചി. നമ്മള് കയറാൻ പോവാണ് ഗൈസ്. എത്ര പടി വരെ ഇഴയാണ്ട് കയറും നമുക്ക് നോക്കാം. 272 പടി എന്തോ ഉണ്ടെന്നാണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞത്. ഉണ്ട് കൂടുകയാണെങ്കിലേ ഉള്ളൂ. എന്തായാലും നോക്കാം. ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോ നമ്മള് കയറി തുടങ്ങി. ഫോണൊക്കെ വാടോ എന്ത് കമോൺ. അയ്യോ ചത്ത നമ്മുടെ താഴെ നിന്നുള്ള വ്യൂ. നമ്മളിത് ഇത്ര പടി കയറിയിട്ടേ ഉള്ളൂ, ഇനിയുണ്ട് ഗൈസ്. അതിനിടയിൽ അച്ചോടാ ഒരു അടിപൊളി കാഴ്ച നമുക്ക് കാണാൻ പറ്റിട്ടോ. ടൂ സ്മോൾ. എന്തൊക്കെയോ പറക്കി തിന്നുവാണ്. എന്തായാലും ഡിസ്റ്റർബ് വേണ്ട. നീ അവനെ നോക്കിയെന്ന് പറഞ്ഞ അവന്റെ അമ്മയായിട്ട് എന്നെ വല്ല ചെയ്തോ. എനിക്ക് ഭയങ്കര സ്റ്റേറ്റ് എടുത്ത് കിടക്കാൻ. പൊന്നു കയറാം. തുടക്കത്തിലുള്ള സ്പീഡൊന്നും ഇപ്പൊ ഇല്ല, കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതും ഉണ്ടാവില്ല. പതിയെ വരുന്നേ ഉള്ളു പാവം. ഇത്രേ ഉള്ളു, എനിക്കറിയില്ലേ.
പക്ഷെ ഞങ്ങൾ 10 മിനിറ്റ്സ് കൂടെ എടുത്തില്ല. ചേച്ചി നമ്മൾ പെട്ടെന്ന് കയറി. ഞാൻ കരിഞ്ഞു ഗൈസ്. നിങ്ങക്ക് കാണാൻ പറ്റുന്നറിയില്ല. ഇറ്റ്സ് ടൂ ഡീപ് ഭയങ്കര കുത്തനെയുള്ളതാണ്. പക്ഷെ ഞങ്ങൾ കയറി. ഇതാണ് നമ്മൾ അകത്തോട്ട് വരുമ്പോൾ ഒരു വ്യൂ. ദിസ് ഇസ് ദ വ്യൂ. ഐ തിങ്ക് ഇനി സ്റ്റെപ്സ് ഉണ്ട്. ഇനിയും നമുക്ക് ഇറങ്ങാൻ കയറി എന്തൊക്കെ ചെയ്യണം. ഓക്കെ, നോക്കാം. കുട്ടി തളർന്നു. വെള്ളം കൊണ്ടുവരാനുള്ളതായിരുന്നു അല്ലേ? വെള്ളം കൊണ്ടുവരാൻ മറന്നുപോയി. പറ്റൂലാട്ടാ, ആരെങ്കിലും ഇറങ്ങി വെള്ളം കൊണ്ടേ വരാവൂ. ഹോട്ടലിൽ ഇരിക്കുന്നതാണെങ്കിലും കുപ്പിയിൽ നിറച്ചോണ്ട് വന്നാൽ മതി. കാരണം കഷ്ടമാണ് വലിയേട്ടാ, കഷ്ടമാണ്. നാട്ടിലും വീട്ടിലൊക്കെ ആളുകളുടെ വിചാരം വലിയ കോടീശ്വരനാണ്. നാട്ടിൽ അമ്പലക്കുളം വെട്ടാൻ സംഭാവന, കൊടിമരം കെട്ടാൻ ലക്ഷങ്ങള്. ഇവിടുത്തെ 3 റിപ്പീറ്റ് ഉണ്ടെങ്കിൽ നാട്ടിൽ 60 രൂപ കൂടുതലായി. ആ മക്കളെ സത്യം ഞാൻ മനസ്സിലാക്കിയിരിക്കുകയാണ് ഗൈസ്. പടി തീർന്നില്ല, ഇനിയുണ്ട് ഗൈസ് പടി. ആ നക്കിലെ സത്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഞാൻ വിചാരിച്ചു പടി തീർന്നു, ഞങ്ങൾ കയറിയല്ലോ എന്നൊക്കെ വിചാരിച്ച് തുള്ളിച്ചാടി വരുമായിരുന്നു. അപ്പോഴാണ് സത്യം ഞാൻ മനസ്സിലാക്കിയത് തീർന്നിട്ടില്ല. ഇനി അടുത്ത പടി തുടങ്ങുന്നേ ഉള്ളൂ. അതുകൂടെ നമുക്ക് കയറാനുള്ളതാണ്. അല്ല, ആക്ച്വലി അമ്പലം ഇതാണ് അല്ലേ? അമ്പലം ഇതാണ്. പിന്നെ മേളിലെന്താ? വേറെ ദൈവമാണ് കേട്ടോ മേളില്. ഇതാണ് ആ ടെമ്പിൾ. ഇതിനകത്ത് ഫോൺ അലോ ചെയ്യുമെന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും നോക്കാം. ഇതാണ് മുരുകൻ ടെമ്പിള്. മുരുകൻ ഇതിനകത്താണ് ഉള്ളതെന്നാണ് നമ്മുടെ ഒരു നിഗമനം. ഇതാണ് നമ്മുടെ ഉള്ളിലോട്ട് പോകുമ്പോഴത്തേനുള്ള മുരുകൻ ടെമ്പിൾ. അവർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഫോൺ അലോ ചെയ്യാതിരിക്കാൻ തോന്നുന്നു. ഭക്തിമാർഗമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ തൊഴുതിട്ട് ഇറങ്ങി. അവിടെ മേളിൽ എനിക്ക് തോന്നുന്നു ആ സ്റ്റെപ്സ് കാണുന്നത് വേറെന്തോ പ്രതിഷ്ഠയാണ് അവിടെ. എന്തായാലും ഇതുവരെ വന്ന സ്ഥലത്ത് നമുക്ക് അതുവരെ എത്തി നോക്കാതെ പോകുന്ന മോശമല്ലേ? നോക്കാം, പോയി കളയാം. ഇതാണ് ഇനി നമുക്ക് കയറാനുള്ള പടികൾ. ചേച്ചി കയറാം. ഇനിയും കുറെ പടി കയറാം. Come on, let's go. അപ്പൊ അത്രയും പടിയും കൂടെ കയറിയ ഫിനിഷ് ആവും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇനി അവിടെ ചെല്ലുമ്പോഴായിരിക്കും അടുത്തൊരു 50-100 എണ്ണം കൂടെ. ഇത് 100 നല്ല കേസ്, ഒരു 200 എണ്ണം കൂടെ വരുന്ന തോന്നുന്നേ. പടി അതെ, ആ പടിയും കൂടെ കയറി വരുമ്പോഴൊരു വ്യൂ. വാവ്, ഓക്കെ, ദിസ് ഇസ് നൈസ് ഗൈസ്. ഇത് നൈസാണ്. തൊഴാൻ ചെന്ന് നിന്നത് പൂജാരി അനുഗ്രഹിച്ചിട്ട് എന്നെ ചിരിക്കല്ലേ. ഡോണ്ടോ മിക്കവാറും ഇവിടെ ഇറക്കി വിടും. ബട്ടൊക്കെ ഇപ്പൊ ഇറക്കി വിടുന്ന കോളുണ്ട്. നമ്മൾ ചെന്ന് നിന്നത് മാത്രമേ ഉള്ളൂ. വിളക്കും കൊണ്ടുവന്ന് അനുഗ്രഹിച്ച് വിട്ട്. ഹായ്. കറക്റ്റ് സമയത്തിന്, പൂജയുടെ സമയത്തിനാണ് നമ്മൾ എത്തിയത്. പൂജ കഴിഞ്ഞ് പ്രസാദം കൊണ്ടുവന്ന് തൊഴുത് അപ്പം അനുഗ്രഹം വീട്ട് വിട്ട്. ഇത് തിരിച്ചെല്ലുമ്പോഴേ കാറ്റാണ്, ഭയങ്കര കാറ്റാണ്. നല്ല സുഖമുണ്ട് ശരിക്കും നിൽക്കാൻ. ഭയങ്കര ഒരു ഡിവൈൻ ഫീൽ ഉണ്ട്. ഇവിടുത്തെ പ്ലേസസ് എല്ലാം എനിക്ക് അതാണ് കേട്ടോ ഫീൽ ചെയ്ത്. അമ്പലങ്ങളിലൊക്കെ ഭയങ്കര ഒരു അതൊക്കെ അമ്പലം എന്ന് പറയുന്ന ഡിവൈനാണ്, എന്നാലും നമുക്ക് എന്തോ നല്ലൊരു ഫീല്. ഇതാണ് നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ഉള്ളൊരു വ്യൂ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു മലേഷ്യയുടെ തനതായ കുറേ ഐറ്റങ്ങളായിരിക്കണം.
ഇതൊക്കെ 25 റിങ്കറ്റ് ഒക്കെയാണ് കേട്ടോ, അതായത് 500 രൂപയോളം. 500. ഞങ്ങൾ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വന്നപ്പോഴത്തേനുമാണ് കുറേ പേരുതേ ഇങ്ങോട്ട് കയറി പോണു. അപ്പത്തേനും എന്തായാലും ഇതുവരെ വന്നല്ലേ, നമുക്ക് എന്താണെന്ന് കയറി നോക്കാം. ഒരു ബ്ലാക്ക് കേവ് എന്നൊക്കെയാണ് അവരോട് എഴുതി വെച്ചേക്കുന്നത്. ഒരുപാട് കുരങ്ങന്മാരൊക്കെ ഉണ്ട്, ഫോണായിട്ട് തട്ടിപ്പറിച്ചോണ്ട് പോവുമാവോ. അപ്പോൾ ബ്ലാക്ക് കേവ് എന്നാണ് അവരോട് എഴുതി വെച്ചേക്കുന്നത്. ലെറ്റ്സ് സീ ഉള്ളിൽ എന്താണെന്നുള്ളത് നോക്കാം. യെസ്, അതൊരു കേവ് ലുക്കാണ്, ഞാൻ കാട്ടിത്തരാം. ജസ്റ്റ് എ കേവ്. ഇതിനുള്ളിൽ പോകാനായിട്ട് വി ഹാവ് ടു ടേക്ക് ടിക്കറ്റ്സ്. എക്സ്ട്രാ ടിക്കറ്റ്സ് എടുക്കണം ഇതിനുള്ളിൽ പോകണമെങ്കിൽ. അവിടെ നമ്മൾ കയറണമെന്നെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ചുമ്മാ കയറ്റി വിടത്തില്ല അവരെ, തോന്നുന്ന പോലെ കയറ്റി വിടത്തില്ല ഗേസ്. ടിക്കറ്റ് എടുക്കണം. ആൻഡ് 15 റിങ്കറ്റ്സ്. കുഴപ്പമില്ല, ഞാൻ പുറത്തുനിന്ന് കണ്ടു. ഇരുട്ടുള്ള ഗുഹ, ദാറ്റ്സ് ഇറ്റ്. അയ്യോ, എന്നെ കാണാമോ? ഞാനില്ലേ ഇതിൽ. ഇത് കാണുമ്പോൾ എൻ്റെ ഈ ഡീപ്പ് സ്റ്റെപ്പ് കാണുമ്പോൾ എനിക്ക് ട്രോമ അടിക്കുന്ന കേസ്. പണ്ട് ഇവളെ എന്നെ സ്റ്റെയറിന്റെ മുകളിൽ തള്ളിയിട്ടുണ്ട് കുഞ്ഞിന്റെ. എനിക്കറിയില്ല തന്നെ ഇവളെ വീട്ടിലെ സ്റ്റെപ്പിന്റെ മുകളിൽ തന്നെ ഉരുട്ട് താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ കഥ ഞാൻ പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾക്ക്. ആ കഥ ഞാൻ പറഞ്ഞുതരാം. സംഭവം എന്താ അറിയാവോ, നമ്മൾ ഗെയിം കളിക്കായിരുന്നു. എന്തോ കുസൃതി ചോദ്യം അങ്ങനെ കണ്ടല്ലേ, അല്ലേ? കുസൃതി ചോദ്യം അങ്ങനെ കണ്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു ടീം, അപ്പുറത്തെ എൻ്റെ ചേട്ടനും വേറൊരു ചേച്ചി ഒരു ടീം. അപ്പോൾ എനിക്ക് രഹസ്യമായിട്ട് കുസൃതി ചോദ്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് താഴെ ഒന്ന് നിന്നാ പോരാ അവർക്ക്. എന്നെ വിളിച്ചോണ്ട് സ്റ്റെയറിന്റെ മുകളിൽ കയറി. എന്നിട്ട് ഞാൻ തിരിച്ചിറങ്ങാൻ നേരത്ത് മേളത്തെ സ്റ്റെപ്പിന് ഇതുപോലെ ഡീപ്പ് സ്റ്റെപ്സ് ആയിരുന്നു വീട്ടില്. തള്ളിയിട്ടായിരിക്കും വെക്കുന്നത്. ആ ഡീപ്പ് സ്റ്റെപ്സിന് അതിനുശേഷമാണ് എനിക്ക് ഹൈറ്റ് പേടി കേട്ടോ. എന്റെ കഥ തീർന്നപ്പോൾ നമ്മൾ താഴെ. അതിനുശേഷമാണ് എനിക്ക് സ്റ്റെപ്സ് ഭയങ്കര, സ്റ്റെപ്സ് അല്ല ഹൈറ്റ് എനിക്ക് ഭയങ്കര പേടിയാണ്. എന്തായാലും നമ്മൾ താഴെ എത്തി ഗൈസ്. യെസ്, നമ്മൾ ബട്ടു കേവ്സിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ പോകാൻ പോകുന്നത് കേബിൾ കാറിലാണ്, ജെന്നിങ് ഹൈലൻഡിലോട്ട്. അപ്പോൾ അതിനിടയിൽ ഒരു ചൈനീസ് ടെമ്പിൾ ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. എങ്കിൽ നമ്മൾ അത് കേബിൾ കാറിൽ തന്നെ നമ്മൾ അവിടെ ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന്, അതായത് ഇടയ്ക്കൊരു സ്റ്റോപ്പാണ് ചൈനീസ് ടെമ്പിൾ. എങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വീണ്ടും നമ്മളെ കേബിൾ കാറിൽ ജെന്നിങ് ഹൈലൻഡിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ വി ആർ ഗോയിങ് ടു എക്സ്പ്ലോർ കേബിൾ കാർ. ആക്ച്വലി എനിക്ക് പേടിയില്ല, ചേച്ചി പേടിയുണ്ട് കേസ്. ഞാൻ താഴോട്ട് നോക്കാണ്ടായിട്ടായിരിക്കും. എനിക്ക് ഹൈറ്റ് ഇങ്ങനെ ഒരുപാട് ഡീപ്പിന് ഇങ്ങനെ കാണുമ്പോഴത്തേനും എനിക്കിത് ഭയങ്കര ഇതാണ്. അപ്പോൾ എന്നാലും നമുക്ക് ഞാൻ കരഞ്ഞ് പണ്ടാറടങ്ങി കാശ്. കേബിൾ കാർ സ്റ്റേഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കേബിൾ കാർ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കേബിൾ കാറിൽ കയറാം. ശരിക്കും ഒരു മോളാണ്. നമ്മൾ വിചാരിച്ചപ്പോൾ നമ്മൾ വന്നോടെ കയറി അങ്ങ് പോവാന്ന്. ഇതാണ് അവസ്ഥ കേട്ടോ. അതെ, ഇത്രയും പേരുണ്ട് ഈ കേബിൾ കാറിൽ പോവാനായിട്ട്. ഇത്രേ ഉള്ളൂ എന്ന് പറയാം. നോർമലി അതുകൊണ്ടാണ് ഇത്രയും കെട്ടിയിട്ടേക്കണം, മനസ്സിലായോ? ഇതാണ് നമ്മുടെ കേബിൾ കാർ. നമ്മൾ ഏകദേശം എത്തിയിരിക്കുകയാണ്. പോകും കേട്ടോ. ഫാസ്റ്റിന് മൂവ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടില്ല. Nak main-main tak nak? Main sini pun main ada. Dia beraya. ഇത് ആക്ച്വലി ഇങ്ങനെ പൊക്കത്തിലാണ് പോകുന്നത്, ഡീപ്പിലല്ലേ, ഇതിങ്ങനെ പൊക്കത്തിലാണ് പോകുന്നത്. എനിക്കാണെങ്കിൽ എയർ പ്രഷർ ഭയങ്കരമായിട്ട് ഇതാവുന്നുണ്ട്. നമ്മൾ ഇവിടെ ഒരു സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരു ചിങ്സ് സ്വീ കേവ്സ് ടെമ്പിൾ ഉണ്ട്. അതൊരു ചൈനീസ് ടെമ്പിളാണ്. അപ്പോൾ എന്തായാലും വന്നല്ലേ, അപ്പോൾ നമുക്ക് അവിടെ ഒരുപാട് വലിയ വലിയ പ്രതിമകൾ, ബുദ്ധൻ്റെ ഒക്കെ സ്റ്റാച്ചു ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ വന്നല്ലേ, അപ്പോൾ ഞാൻ എന്തായാലും അതൊന്ന് കണ്ടിട്ട് പോകാമല്ലോ നമുക്ക്. പിന്നെ തണുപ്പ് കാരണം ചെവി ഇങ്ങനെ അടയുന്നുണ്ട്, പ്രഷർ കയറിയിട്ട്.
അത് കാറിൽ വന്നപ്പോൾ ഇപ്പൊ വലിയ കുഴപ്പമില്ല, പക്ഷെ നല്ല തണുപ്പുണ്ട്. മനസ്സിലാവുന്നില്ല, പക്ഷേ ഭയങ്കര അതെ ഫുൾ ഗ്ലാസ്ഡ് ആണ്, AC ആണെന്ന് അറിയില്ല, നല്ല തണുപ്പുണ്ട് ഗൈസ്. നോക്കാം, ആയിരിക്കാം. ഇതാണ് നമ്മുടെ ആ ചൈനീസ് ടെമ്പിൾ. എന്താ എന്തോ ആണ് കേട്ടോ. നന്നായിട്ട് അറിയായിരുന്നു ഈ ചൂട് തൊണ്ടേക്കറി കുരുങ്ങി. അത് വിട്. താഴോട്ട് നല്ല അടിപൊളി വ്യൂ ആണ്, നല്ല അടിപൊളി വ്യൂ ആണ് ഗേസ്. ലുക്ക്, നമ്മുടെ കേബിൾ കാർ ദോ പോകുന്നുണ്ട്. ലുക്ക്, അത് നമ്മുടെ കേബിൾ കാറും. കിട്ടില്ല വ്യൂ, നല്ല കാറ്റുണ്ട്, തണുപ്പുണ്ട്, അടിപൊളി വ്യൂ. ബാക്കില് ഇപ്പൊ ഫോൺ അങ്ങ് പോയാനായിട്ടോ ലൈറ്റ് ഇട്ട് നല്ല വ്യൂ ആണ് ബാക്കില്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. അതെ, എന്നെ ഹഠാതെ ആകർഷിച്ചു. ഒരു ഇവിടെ ഇതുപോലെ കൊറേ കണ്ട ചേച്ചി ഇവിടെ ഒക്കെ നിന്ന് അടിപൊളിയായിരിക്കും ഫോട്ടോക്ക്. ഇവിടെ ഫുൾ ഇങ്ങനത്തെ കേവ്സ് ഉണ്ട്, കുറെ കേവ്സ് അല്ല, ഫുൾ സ്റ്റെപ്സ് ആണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എവിടെയൊക്കെ ഇത് എത്താൻ നമുക്കറിയില്ല. എന്തായാലും നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം ആദ്യം. ഓക്കെ, താഴോട്ടും അതെ, താഴോട്ടും എവിടെയാടാ? അതെ, ഇത് പടിയാണ്. അപ്പോഴത്തെ എൻ്റെ ഇന്നത്തെ ലുക്ക് എങ്ങനെയുണ്ട് ഗൈസ്? ഇഷ്ടമായോ? നമുക്ക് എങ്ങനെ കാണിക്കാം? ഞാൻ ഫോട്ടോ എന്തെങ്കിലും ആഡ് ചെയ്തേക്കാം. കൊള്ളാവോ? ഹൗസ് മൈ ബാഗ്, ഹൗസ് മൈ ഷെയ്ഡ്, ഹൗസ് മൈ മാല, കമ്മൽ, എവറിത്തിങ് ലുക്കായിട്ടില്ലേ ഞാൻ? പറക്കുട്ടാ. വാ, ഇവിടെയൊക്കെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ നൈസ് സ്ഥലങ്ങളുണ്ട്. ഇതാണ് നമ്മുടെ ടെമ്പിള്, അടിപൊളി, നല്ല രസമുണ്ട്. ഈ ചൈനീസ് ടെമ്പിളൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട്. ഇത് ഇവിടുത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ സാധനങ്ങളാണ്. ഇത് ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇവിടെ ഇഷ്ടമായി എനിക്ക്. ആ ടെമ്പിൾ നോക്കിയാൽ ഇതാണ് നമ്മുടെ ടെമ്പിൾ ബേക്കിൽ. ഡൂറിയൻ ഐസ്ക്രീം വാങ്ങി തരാടി. അവിടെ ഇരിക്കുന്നത് തന്നെ ഡൂറിയൻ ഐസ്ക്രീം. ഞങ്ങള് ഡൂറിയൻ അല്ലാതെ കഴിക്കാൻ എനിക്കെടുത്തില്ലല്ലോ, പക്ഷെ വരുന്ന വഴിക്ക് റോഡിലെടുത്തായിരുന്നു. നമ്മളെ പാസ് ചെയ്തൊരു ട്രക്ക് അങ്ങോട്ട് പോയി. ഒന്നെങ്കിൽ അതിലാരെങ്കിലും കഴിച്ചിരിക്കണം, അല്ലെങ്കിൽ ട്രക്കിൽ ഉണ്ടായിരുന്നിരിക്കണം. എന്തത് ചക്ക പോകാൻ അതുള്ളതുകൊണ്ട് ഇത്ര ആൾക്കാർ ഇവിടെ നിൽക്കുന്നല്ലേ, അങ്ങനെ പറയല്ലേ. ലുക്ക് ഗൈസ്, ലുക്ക്, ക്യൂട്ട് സാധനങ്ങൾ കുറെ. ഗൈസ്, ഇവിടെ നമുക്ക് ചൈനീസ് ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോട്ടോയ്ക്ക് അവർ ചാർജ് ചെയ്യുന്നത് 50 ringgit ആണ്. അത് പക്ഷേ നമുക്ക് ചെയ്യണം എന്നുണ്ട്. ഇവിടെ കുറേ ട്രയൽസ് ഒക്കെ ഉണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ഒരു ഫോട്ടോ എടുത്താലോ എന്ന് വിചാരിക്കുക. അപ്പോൾ വി ആർ ഗോയിങ് ടു ട്രയൽ. അവർ ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിക്കില്ല. എന്തായാലും നമുക്കൊരു സോഫ്റ്റ് കോപ്പി ഇവിടുന്ന് തരാം, പ്രിന്റ്. നമുക്കത് കാണാം. അത് ഞാൻ കാണിക്കാം കേട്ടോ ഇതിൽ എങ്ങനെയാണെന്നുള്ളത്. സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. സാധനം കാണിക്കണേ, സാധനം ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഇത് 50 ringgits എടുക്കാൻ പോകണം. നമുക്ക് നടക്കാം. 50 ringgits ആണ് ഇതിനകത്ത്. A4 സൈസില് 50 ringgit തരുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 20 ringgit തരുമ്പോൾ 400 rupees. വീണ്ടും 20 ആകുമ്പോഴത്തേന് 600, ഏകദേശം 700 പ്രൈസ് വരുന്നുണ്ട്. 600 to 700 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇതിന്റെ വില എന്ന് പറയുമ്പോഴത്തേന് ഞങ്ങൾക്ക് ചെറുതായിട്ട് മാറിപ്പോയി. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. 1000 rupees ഒരു കോപ്പിക്ക് അതാണ് വരുന്നത് ഇതിന്റെ റേറ്റ്. പക്ഷേ ഉണ്ടല്ലോ, ഹാർഡ് കോപ്പി അയച്ചു തന്നിട്ടുണ്ട്. സോ വലുതായിട്ട് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ഫ്രെയിം ചെയ്തെടുക്കാമല്ലോ നമുക്ക്. പക്ഷേ ഇത് നമ്മുടെ വഴി അതായിരുന്നു. നമ്മൾ വഴി മാറിപ്പോയി ലൈറ്റായിട്ട്. പക്ഷെ ഉണ്ടല്ലോ, ഞാൻ ആ സാധനം കാണിച്ചു തരാവേ. ഭയങ്കര ഒരു ഹാപ്പിനെസ് ഞങ്ങൾക്കിത് കണ്ടപ്പോഴത്തേന് എന്തെന്നറിയില്ല. വീട്ടിലെ ഇനി ഇതിന്റെ വലിയൊരു ഫ്രെയിം ചെയ്ത് ഭയങ്കര രസമുണ്ട് കാണാൻ. നല്ല ക്യൂട്ടായിട്ടുണ്ട്. നമ്മൾ ഇല്ല ഗൈസ്, നിങ്ങൾ പറയണ ഞങ്ങൾ ക്യൂട്ടല്ലേ?
അപ്പം ഞങ്ങൾക്കത് ഒരുപാട് ഇഷ്ടമായി. എന്തായാലും 50 റിങ്കറ്റ് പോണേൽ പോട്ടെ, 1000 രൂപ. പക്ഷെ ഞങ്ങൾക്കൊരു മെമ്മറി, മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങളൊരു 1000 രൂപ എക്സ്ട്രാ കൊണ്ടുവരണം. ഭയങ്കര അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആണ്. ആക്ച്വലി ഫോണിൽ എടുത്തുകൂടാ, പക്ഷെ ഞാൻ അതിൻ്റെ ഇടയിൽ എടുത്ത് 2 ക്ലിപ്പ് ഞാൻ ഇതിൽ കൂടെ വെട്ടിക്കയറ്റാൻ കഴിച്ചു. അവര് കണ്ടിരുന്നെങ്കിൽ ഓടിച്ചേനെ. ഞാനൊരു കള്ളനെന്നെങ്ങാൻ ഈ കരക്കാരറിഞ്ഞ അവരെന്നെ തൊണ്ട് തല്ലുന്നത് പോലെ തല്ലും. പേടിക്കലടാ ആണുങ്ങളെ വിലകളെ. This is Jetting Island. നമുക്ക് ആ തീം പാർക്കിനുള്ളിൽ കയറണമെങ്കിൽ ഒരാൾക്ക് 200 റിങ്കറ്റ് കൊടുത്ത് ടിക്കറ്റ് എടുക്കണം. നമുക്ക് ലുലു മോളിലെ ഫണ്ടിലെ നോ നീഡ്. ഞങ്ങൾ അങ്ങനെ എൻജോയ് ചെയ്യല്. അല്ല, നമ്മൾ അങ്ങനെ എത്രത്തോളം ഈ കോസ്റ്റ്യൂമാണ്. അപ്പോൾ നമുക്ക് തീം പാർക്കിൽ കയറിയിട്ട് അത്ര എൻജോയ് ചെയ്യാനും പറ്റില്ല. നമ്മൾ 2 പേരേ ഉള്ളൂ. സോ ഞങ്ങൾ കയറുന്നില്ല ഗൈസ്. അത് മാത്രമല്ല, ഇത് 200 റിങ്കറ്റ് എന്ന് പറയുമ്പോൾ എത്ര രൂപ? 4500 രൂപ വരുന്നുണ്ട്. അറിയില്ല, കേശനൊക്കെ ഉള്ളിലായിരിക്കും. ആകാശം പോലെ തോന്നുന്നില്ല മേളിലോട്ട്. ആകാശം അല്ല കേസ്, ഞാൻ സത്യമായിട്ട് ആകാശം എന്ന് വിചാരിച്ചതാണ് വീഡിയോ എടുത്തത്. പക്ഷെ സ്കൈ. ഞാൻ വെച്ച് പെട്ടെന്ന് രാത്രിയായത്. ഇനി ഇതായിരിക്കാം സ്കൈ വ്യൂ. എനിക്കിത് കണ്ടിട്ട് സ്കൈ കണക്കാണ് തോന്നുന്നത്. ഇടയ്ക്കിടയ്ക്ക് പൊട്ടിയിരിക്കുന്നതിന് എന്റെ സങ്കല്പത്തിൽ ഞാൻ നക്ഷത്രമായിട്ടൊക്കെ കണ്ടു. ഇതാണ് നമ്മുടെ കെസിനോ. ഇവിടെ വന്നപ്പോൾ മൊത്തം പിങ്ക്. ഞാനും പിങ്ക്, ഇതും പിങ്ക്, മൊത്തത്തിൽ പിങ്ക്. ഇവിടെ മൊത്തത്തിൽ ഒരു പിങ്ക് മയമാണ്. നോക്കിക്കേ. ഞങ്ങൾ കെസിനെ കയറി എന്നിട്ട് പുറത്തിറങ്ങി. ആക്ച്വലി അടിപൊളി കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. അതിനകത്ത് ഫുള്ള് ഗെയിംസ്. എല്ലാവരും ഗെയിംസിലാണ് അവിടെ. നമ്മുടെ ചീട്ടുകളിയില്ലേ, ചീട്ട്, അതുപോലത്തെ കുറേ ഗെയിംസ്. അവർ പൈസ ഇടുന്നു വരുന്നു അങ്ങനെ. അപ്പോൾ അപ്പോൾ അതിനുള്ളിൽ നമുക്ക് പ്രൊഹിബിറ്റഡ് ആണ്. വീഡിയോസ് എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. സോ നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് കയറി കാണിച്ചു തരാം എന്ന് പറഞ്ഞാണ് നിന്നത്. ബട്ട് പറ്റിയില്ല ഗൈസ്. കുറെ പൂച്ചക്കുട്ടികളെ തല കീഴായിട്ടൊക്കെ തൂക്കിയിട്ടേക്കുന്നു. ഒട്ടും റിങ്കറ്റ് ഉണ്ടാവില്ല. ഗെയിമാണ് കേട്ടോ. ആക്ച്വലി ദിസ് എ ഗെയിം. ഒരു ഗെയിമിന് 10 റുപ്പീസ്. പിരമിഡ് സ്മാഷ്. ഓക്കെ, ഈ പിരമിഡ്സ് നമ്മൾ എറിഞ്ഞ് വീഴ്ത്തണം, അതാണെന്ന് തോന്നുന്നു ഗെയിം. Clear all the cans completely off the table in 2 shots to win a giant prize. എങ്കിൽ നമുക്ക് ഈ ജയന്റ് പ്രൈസ് കിട്ടും. അതായത് 2 ഷോട്ടേ നമുക്ക് കിട്ടുള്ളൂ. 2 ഷോട്ടിൽ ഈ മുഴുവൻ ക്യാൻസ് നമ്മൾ വീഴ്ത്തുവാണെങ്കിൽ വി ഗോട്ട് എ ജയന്റ് പ്രൈസ്. ആ ജയന്റ് പ്രൈസ് ആണ് ഈ തല കീഴായിട്ട് അവർ തൂക്കിയിട്ടേക്കുന്നത്. ഓക്കെ, ഫൗള് കാണിക്കാൻ പാടില്ല. 1 പ്രൈസ് പെർ പ്ലെയർ പെർ ടീം. ഓക്കെ, ഓൾ ആർ ഗെയിംസ്. ഇതെല്ലാം അങ്ങനെ കളിച്ച് ജയിക്കുന്നവർക്കുള്ള സമ്മാനമാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ നാട്ടിൽ നമുക്ക് കളിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക ചേച്ചി? നാട്ടിലെന്താ കിട്ടുക? സോപ്പ്, വിമ്മ്, എന്താ പേസ്റ്റ്, അതൊക്കെയാണ് നമുക്ക് തരിക. ഒരു ടാങ്കിൻ്റെ ഇത്, ഒരു പെപ്സി, അതൊക്കെയാണ് തരിക. പക്ഷെ ഇവിടെ കളിച്ച് ജയിച്ചു കഴിഞ്ഞാൽ നമുക്കതേ ഈ സാധനങ്ങളൊക്കെയാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മളിത് കളിക്കാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കളിച്ച് ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചാൽ ജയിക്കും. അപ്പോൾ നമുക്കത് കൊണ്ടുപോകാൻ സ്ഥലമില്ല. നമ്മളിങ്ങനെ ഫ്ലൈറ്റിൽ നമുക്ക് അലോ ചെയ്തില്ല. കാരണം ആകെപ്പാട് 27 kg കൊണ്ടുപോകാൻ പാടുള്ളൂ. ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ പകുതി കൂടുതലായിട്ടാ വന്നേ. അല്ലെങ്കിൽ ആ പെട്ടിൽ സ്ഥലമില്ല. അപ്പൊ നമ്മൾ എങ്ങനെ കൊണ്ടുപോകും? അച്ഛൻ ഇതൊക്കെ എനിക്ക് കിട്ടും. Well, sometimes I go out by myself, then I look across the water. I'm coming home and my body's been a mess, and I miss your gentle hand and the way you like it. Why'd you come on over there?
ചെയ്യാൻ പോകുന്നത് നമ്മുടെ മലേഷ്യൻ്റെ എന്താ കൾച്ചറൽ ഫുഡ്, അവരുടെ ട്രഡീഷണൽ ഫുഡാണ് നാസി ലമാക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിത് നാസി ലമാക്ക് ട്രൈ ചെയ്യാൻ പോവുകയാണ്. ആക്ച്വലി ഇത് നാസി ലമാക്ക് വിത്ത് ചിക്കൻ കറി ആയിട്ട് 38 റിംഗറ്റാണ് അവർ പറയുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ ഏകദേശം 500 അല്ലേ, 500 റുപ്പീസ് വരുന്നുണ്ട്, 580 അങ്ങനെയൊക്കെ വരും തോന്നുന്നു റേറ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം. ഗൈസ്, ഇതാണ് നമ്മുടെ നാസി ലമാക്ക് വിത്ത് ചിക്കൻ കറി. എന്താടി എന്താ എന്താ ഗൈസ്, നാട്ടില് വാഴയില കാണാത്ത പോലെ അവള് വാഴയിലയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞ് മറിഞ്ഞ് വീഴുവാണ്. വാഴയിലില്ലാത്ത നാട്ടിൽ നിന്നാണ് വരുന്നത്. അല്ല, ആ ഗ്രേവിയൊക്കെ മിക്സ് ആയിട്ട് കിടക്കുമ്പോഴേ ഇങ്ങനെ കുറച്ച് പീസ് ഇങ്ങനെ എടുത്തിട്ടേ ഇങ്ങനെ മിക്സ് ചെയ്ത് നാട്ടിൽ നിന്നുള്ള ഓർമ്മകൾ അവൾ അയവിറക്കിയോ? ഓറഞ്ച് ഓറഞ്ചസ് ഗൈസ്. അപ്പം നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങി. ആക്ച്വലി 38 റിങ്കറ്റ് പ്ലസ് ഒരു 16 റിങ്കറ്റ് ആയിരുന്നു ഓറഞ്ച് ജ്യൂസ്. അപ്പം ഞങ്ങൾ 54 റിങ്കറ്റ് കണക്കൂട്ടി വെച്ചിരുന്നു. പക്ഷെ ഒരു പിഴവ് പറ്റി ഗൈസ്, ഞങ്ങൾ ടാക്സ് കണക്കൂട്ടിയില്ലായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഞങ്ങളുടെ കയ്യിൽ സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ 62 റിങ്കറ്റായി, 8 റിങ്കറ്റ് ടാക്സ്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ബാക്കിൽ സിറ്റി കാണാൻ നമുക്ക് അടിപൊളിയായിട്ട് കണ്ടോ? സിറ്റിയാണ് ആ കാണുന്നത്. ഞാൻ അടിപൊളി ഡയറി ഇരിക്കുന്നെന്ന് പറഞ്ഞ് ഓടി വന്നതാണ്. ഇത് ചോക്ലേറ്റ് ആണെടാ, ഡയറി അല്ല. ഞാൻ വിചാരിച്ചു ജേർണലിങ് ചെയ്യാം, നമുക്ക് ഒരെണ്ണം എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് വന്നതാ. അപ്പോഴത്തേനാണ് ഞാൻ എന്നൊക്കെ സത്യം മനസ്സിലാക്കിയത് ഗൈസ്. ദിസ് ഈസ് നൈസ് ഗൈസ്, ചോക്ലേറ്റ് ആണ് ഇത്. നല്ല ഭംഗിയുണ്ട്, ലുക്കിംഗ് നൈസ്. ഗദ വേണോ ഗൈസ്? ഗദ ചേച്ചി, ഗദ ലോലിപോപ്പ് ആണെന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഇതിനുള്ളില് ബോള്, അതിനുള്ളിൽ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഉണ്ടായിരിക്കും. അത് ഗദ പോലെ ഉണ്ട് എന്തായാലും. നമ്മുടെ ഗേസ് ലൈറ്റായിട്ടേ നമുക്ക് നമ്മുടെ ഡ്രൈവറായിട്ട് മുകളിൽ എങ്ങോട്ട് നിപ്പുണ്ട്. നമ്മള് ലൈറ്റായിട്ട് താഴെ ആയിപ്പോയി, മാറിപ്പോയി ഗേസ് ലൈറ്റായിട്ട്. ഇപ്പൊ വഴിവെക്കൽ നിൽക്കുന്നു മലേഷ്യയുടെ. വരുമായിരിക്കും. ഇതൊക്കെ ഒരു രസല്ലേ, എക്സ്പ്ലോറിംഗ് മലേഷ്യ. ശരിക്കും ഇപ്പൊ ഇവിടെ 6 മണിയാണ്, ഈവനിങ് 6 മണിയാണ് ആയിട്ടുള്ളത്. പക്ഷെ മാക്സിമം ഒരു 4 o'clock അതേ നമുക്ക് കണ്ടിട്ട് തോന്നുള്ളൂ. നമ്മുടെ അവിടെയൊക്കെ 6 മണിയാകുമ്പോഴത്തേനും എന്തോരം അറ്റ്മോസ്ഫിയർ മാറും അല്ലേ. പക്ഷെ സ്റ്റിൽ ഇവിടെ ഒരു 3:30-4 മണിയുടെ ഫീലാ തോന്നുന്നേ. കണ്ടോ ഗൈസ്, ഇവിടെ ഇപ്പൊ സമയം 6:30 ആകാൻ പോകുന്നു. കണ്ടല്ലോ അല്ലേ നിങ്ങള്? ഇതാണ് അവസ്ഥ. അപ്പോഴാണ് ഞാൻ നമ്മുടെ ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ 7:30 ആണ് സൺസെറ്റ് ടൈം എന്നുള്ളത്. 7:30 ഇവിടെ സൂര്യൻ അസ്തമിക്കത്തുള്ളൂ ഗൈസ്. ഗൈസ്, ഈ കാണുന്ന ടവർ കണ്ടോ? ദാറ്റ് വൺ, ഈ ടവർ നമ്മുടെ വേൾഡിലെ 2nd ലാർജസ്റ്റ് ടവറാണ്. അതായത് നമ്മുടെ ഫസ്റ്റ് ലാർജസ്റ്റ് ബുർജ് ഖലീഫയാണ്. അത് കഴിഞ്ഞാൽ വരുന്ന 2nd ലാർജസ്റ്റ് ടവറാണിത്. എന്താ പേര്? മർഡേക്ക 118 എന്നാണ് ഇതിനെ പറയുന്നത്. ആക്ച്വലി ഇതിന് 118 ഫ്ലോർസ് ഉണ്ടെന്ന് പറയുന്നു. ഫ്ലോർസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇതിനെ മർഡേക്ക 118 എന്ന് പറയുന്നത്. എന്തായാലും ഹാപ്പി ടു സീ. ഇതാണ് കേസ് നമ്മുടെ വ്യൂ. ഇപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ ആ ലൈറ്റ് നോക്കിക്കേ, സ്ട്രീറ്റ് ലൈറ്റ്, റോഡിലെ ലൈറ്റാണേ. ഫ്ലവറൊക്കെ വെച്ച് എന്ത് മോഡലിലാ ചെയ്തേക്കണേ. നമ്മുടെ നാട്ടിലുണ്ട് ആർക്കും. ഓക്കെ, എല്ലാമേ അന്ത ലൈറ്റ് താനെ. അയ്യോ, ഞാനെന്തിനാ തമിഴ് പറയണേ, സോറി. ഇവിടെ എല്ലായിടും അതാണ് ഇട്ടോ ലൈറ്റ് ഈ ഒരു സ്ട്രീറ്റില്. ആക്ച്വലി ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ നാഷണൽ ഫ്ലവർ ആണ് ഹിബിസ്കസ്. സോ ഈ ലൈറ്റ്സ് എല്ലാം ഹിബിസ്കസ് പോലെ ചെയ്തേക്കാണ്. ഇറ്റ്സ് ടു നൈസ്. ഇനി മലേഷ്യ ഫ്ലാഗ് കണ്ടില്ലെന്ന് വേണ്ട, കണ്ടോളൂ, ഇതാണ് മലേഷ്യ ഫ്ലാഗ്. ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ച് റൂമിൽ വന്നു. ഇനി നമുക്ക് ഫ്രഷ് ആയിട്ട് നെക്സ്റ്റ് നമ്മൾ എവിടെയാ പോണേ?
ട്വിൻ ടവർ കാണാനാണ് പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഗേസ്, ഇവിടെ ഫുള്ള് ഇടുന്നതാണ് കൺഫ്യൂഷൻ. നമ്മൾ ഇനി ട്വിൻ ടവർ കാണാൻ പോവാണ്. അപ്പൊ നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കാണാനി അല്ല, സോറി ഗായ്സ്. അപ്പൊ നമ്മളങ്ങനെ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അയ്യോ, ഇങ്ങനെയല്ലല്ലോ നമ്മൾ പോയത്. ഹായ് ഗായ്സ്, അപ്പൊ നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ട്വിൻ ടവറിലോട്ടാണ്. KL ടവർ പോകുന്നുണ്ട് അല്ലേ? പിന്നെ മറ്റേ ബ്രിഡ്ജ്, എന്താ സഫോറ എന്താ ബ്രിഡ്ജ്, ഐ ഡോണ്ട് നോ ദാറ്റ്. അപ്പൊ ഇന്ന് എന്തായാലും എക്സ്പ്ലോറിംഗ് അല്ല, മെയിനായിട്ട് അവിടെ നമുക്ക് ഫോട്ടോഷൂട്ടാണ് അവിടുത്തെ പരിപാടി. നമുക്ക് ഇന്നത്തെ ഔട്ട്ഫിറ്റ്സ്, ഇപ്പോഴത്തെ ഔട്ട്ഫിറ്റ്സ് കാണിച്ചു തരാവേ ഞാൻ. ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്സ്. ഓക്കെ, ഫുള്ളി കാണാമല്ലോ. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഔട്ട്ഫിറ്റ്സ്. എങ്ങനെ എന്താ ലെഫ്റ്റ് കയറി അടയ്ക്കടി അടയ്ക്ക ഫ്ലോറിൽ കൊണ്ട് നിർത്തിക്കൊണ്ട് ഇങ്ങനെ ആര് വിളിച്ചു? എന്തോ കാണിച്ചിവിടെ. ഗ്രൗണ്ട് ഫ്ലോറിൽ ലിഫ്റ്റ് പോണില്ല. ഗ്രൗണ്ട് ഫ്ലോറിൽ പോയിട്ടെ 1ാമത്തെ ഫ്ലോറിൽ പോയിട്ട് തിരിച്ച് 10ാമത്തെ ഫ്ലോറിൽ സ്വഭാവം ശരിയല്ല ഗൈസ്. ഹലോ, നമ്മളിപ്പോ സലോമോ ബ്രിഡ്ജില് പോവാണ്. ഇവിടെ ജസ്റ്റ് ഒരു വാക്ക് വേ ആണ്, ഒരു ബ്രിഡ്ജ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ടാണ് നമ്മൾ ട്വിൻ ടവറിലോട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് ആ ബ്രിഡ്ജ്, സലോമ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിൽ കൂടെ ജസ്റ്റ് നടന്നിട്ട് വരാം, അത്ര ഉണ്ടാവുള്ളൂ അല്ലേ? ഇല്ല, ബ്രിഡ്ജിൽ കൂടെ നടന്നിട്ട് വരാൻ മാത്രമല്ലെന്ന്, പിന്നെന്തുണ്ട്? ഇതല്ല കേട്ടോ ബ്രിഡ്ജ്, ഇത് ഒരു ബ്രിഡ്ജ് അല്ലേ ഗൈസ്? സോറി ഗൈസ്, ഇതല്ല ബ്രിഡ്ജ്. ബ്രിഡ്ജ് കാണുമ്പോൾ നീ ഞെട്ടപ്പോറേ. ഓ, ഞെട്ടപ്പോറയാ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞ ഫോട്ടോസിൽ കൂടി ഞാൻ പക്കവേ ഇല്ലടാ. ലെറ്റ്സ് സീ ഗൈസ്, ശരിക്കുള്ള സലോമ ബ്രിഡ്ജ് ആണ്. ഞാൻ ഞെട്ടിപ്പോയി. ഇതാണ് ശരിക്കും സലോമ ബ്രിഡ്ജ് അല്ലേ? ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങക്ക് സലോമ ബ്രിഡ്ജ്. എന്നെ അതുകൊണ്ട് ഞാൻ ശരിക്കുള്ള സലോമ ബ്രിഡ്ജ് കണ്ടിട്ടില്ല, അതുകൊണ്ട് അവളെ എന്നെ കണ്ണ് പൊത്തിയിട്ടൊക്കെ കൊണ്ടുവന്നിട്ടാണ് കാണിച്ചത്. ഓ, അതിനിടയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ആക്ച്വലി വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. സോ എനിക്ക് എക്സൈറ്റ്മെന്റ് വരില്ലല്ലോ, അതായത് പെട്ടെന്ന് ആദ്യമായിട്ട് കാണുന്ന എക്സൈറ്റ്മെന്റ് വരില്ലല്ലോ എന്റെ ഉള്ളിലെ. പക്ഷെ എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇതിനെ കുറിച്ചിട്ട്. ആക്ച്വലി ഇങ്ങനൊരു ഡെസ്റ്റിനേഷൻ നമ്മൾ കവർ ചെയ്യുന്ന കൂടി എനിക്ക് അറിയില്ല, ഇങ്ങനൊരു പ്ലേസ് ഉണ്ടെന്ന് കൂടി. അപ്പോ ശരിക്കും എന്നെ ചീത്ത വിളിക്കുമെന്നെ കമന്റൊക്കെ ഇടുവോ? നീ സലോമ ബ്രിഡ്ജ് അറിയാത്ത നീയാണോടി മലേഷ്യയിൽ പോയി? അല്ല, എനിക്കറിയില്ല കേട്ടോ ശരിക്കും. അപ്പോഴാണ് ഇവളെനിക്ക് കാണിച്ചു തന്നത്. ഞാൻ കാട്ടിത്തരാം. ഈ കാണുന്നതാണ് സലോമ ബ്രിഡ്ജ്. ഫുൾ ലൈറ്റിംഗ് ആണ്. ഇതിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും കേട്ടോ ഈ ലൈറ്റിങ്. ഇത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ഇത് വേറെ കളർ കത്തും. നോക്കട്ടെ, അപ്പൊ കത്തുവാണെങ്കിൽ കാണിച്ചു തരാം. മാറുന്നുണ്ട് തോന്നുന്നു ഇല്ലേ? നോക്കാം. ദേ, how is Saloma Bridge? Nice. ഉള്ളടി കേറാം. ഇവിടെ ആക്ച്വലി 5 ringgitsനൊക്കെ ഫോട്ടോസ് എടുത്ത് തരും കേട്ടോ. അപ്പോൾ ഈ പുള്ളി അങ്ങനെ ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞ് പോയപ്പോഴത്തേനും ജസ്റ്റ് ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്, പേ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ച് നിർത്തി ഫോട്ടോ എടുക്കുവാണ് ഈ ചെക്കൻ. മലയാളം ആണോ? ഓക്കെ, ദിസ് ഈസ് സലോമ ബ്രിഡ്ജ്. ഇതാണ് അതിനുള്ളിലുള്ളൊരു വ്യൂ. ഇതിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും കളർ. സലോമ ബ്രിഡ്ജ് ബാക്കിൽ ട്വിൻ ടവർ ആണ് ആ കാണുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ട്വിൻ ടവറിലോട്ടാണ് പോകുന്നത്. അപ്പോൾ രണ്ടും കൂടെ ഉള്ളൊരു വ്യൂ ആണ്. ഗൈസ്, ഇവിടെ നിന്ന് ഇവർക്ക് കല്യാണാലോചനയൊക്കെ വന്നു. ഞാൻ സേഫായിട്ട് വീട്ടിൽ കൊണ്ടുപോട്ടെ ഗൈസ്. അമ്മയ്ക്ക് അവന്റെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് ഒരു ചെക്കന്. ഇവിടെ കാട്ടി 5 വയസ്സിന് ഇളയതായിരിക്കും. 26 ആണ് വയസ്സൊക്കെ പറഞ്ഞു. 26. ഓ, അതാ ചോദിച്ചു വാട്സ് യുവർ ഏജ് എന്ന് ചോദിച്ചേട്ടാ. 26 വയസ്സേ കുഴപ്പമില്ലടി, 2 വയസ്സിന് ഡിഫറൻസേ ഉള്ളൂ. അയ്യോ, അതിനിടയിൽ കമ്പനി തെറിച്ച് പോയി കേസ്. ഒരു മിനിറ്റ്. നാസി ബിരിയാണി.
ഇത് കൊള്ളാം, പക്ഷെ നല്ല തണുപ്പുണ്ട്. എനിക്ക് തണുപ്പത്ത് എനിക്ക് അറിയാൻ പറ്റാത്തതാണോ, പക്ഷെ എനിക്ക് മധുരം കുറവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ആക്ച്വലി ട്വിൻ ടവർ കാണാനൊന്നുമില്ല. ഇതാണ് ട്വിൻ ടവർ. ഹായ് വെക്കുന്നൊരു ചേട്ടൻ ഇത് കാണിച്ചിട്ട് പോയതാ. ഇവിടെ അങ്ങനെയാണ് കേട്ടോ, നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ അടുത്തിടെ പോകുന്നവരൊക്കെ ഹായ് കാണിക്കും, പീസ് കാണിക്കും. നമ്മുടെ നാട്ടിലാണല്ലോ അതാണ്. ഇതാണ് നമ്മുടെ ട്വിൻ ടവർ. ഓക്കെ, ഇതാണ് ആക്ച്വലി ട്വിൻ ടവർ. ഇവിടെ നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാനുള്ളൂ. ഇവിടെ നമുക്ക് ഫോട്ടോസ് എടുത്തിട്ട് വരും. നേരത്തെ നമ്മൾ സലോമ ബ്രിഡ്ജിൽ എടുത്തില്ലേ, ലൈക്ക് ദാറ്റ് ഇവിടെയും നമുക്ക് അവർ ഫോട്ടോസ് എടുത്തു തരും. ഓൾമോസ്റ്റ് അതുപോലെ നമ്മളൊരു 5 ringgits 10 ringgits ഒക്കെ കൊടുക്കേണ്ടി വരും. എന്തായാലും ഇതൊരാന്നല്ലേ അല്ലേ, നമുക്ക് എടുക്കാം. ഇതാണ് ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്താ അതിന്റെ മുമ്പിൽ ഒരു ആൾക്കൂട്ടം? നാശം, ഈ നാട്ടിൽ എവിടെ നോക്കിയാലും ആൾക്കൂട്ടം തന്നെ. ഈ ഒരു ഫ്രെയിമിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഇവിടെ ഒരുപാട് പേര്. പക്ഷേ ക്യാമറയിലൊന്നും അല്ല കേട്ടോ, ഫോട്ടോയിൽ ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടാണ് അവർ എടുക്കുന്നത്. ഇത്രയും പേര്, ഈ ആൾക്കാരൊക്കെ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. എങ്ങനെ പോയാലും ഇവിടെ 20+ ക്യാമറാമാൻസ് ഉണ്ടാവും, എന്നാലും തികയുന്നില്ല, അത്രത്തോളം റഷാണ് ഇവിടെ. അപ്പം നമ്മൾ ട്വിൻ ടവറൊക്കെ കണ്ടു. ഇനി നമ്മൾ നേരെ ഹോട്ടലിലോട്ട് പോവാണ്. ഇന്ന് വേറെ പ്ലാൻസ് ഒന്നുമില്ല, പോയിട്ട് കുറച്ച് എഡിറ്റിംഗ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആഫ്റ്റർ ദാറ്റ് ഉറങ്ങും, അത്ര തന്നെ. അപ്പോൾ പറ്റാണെങ്കിൽ ഹോട്ടലിൽ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ റൂമിൽ കയറി കുളിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളൊന്ന് കിടക്കാൻ പോവുകയാണ്. നല്ല ടയേർഡാണ്. ടയേർഡെന്ന് വെച്ചാൽ ഉറക്കം വരുന്നുണ്ട്. ഭയങ്കരമായിട്ട് ടയേർഡായിട്ടില്ല, പക്ഷെ എന്നാലും ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ നാളെ ഇതുപോലെ നമുക്ക് ഇന്നത്തെ പോലെ തന്നെ രാവിലെ ഒരു 10:30 ഇറങ്ങണം. ഇപ്പം തന്നെ ഇവിടെ സമയം ഏകദേശം ഒരു 12:30 മണിയാവുന്നു. 2.5 hour ഡിഫറൻസ് ഉണ്ട് കേട്ടോ നാട്ടിലെ ഇവിടുത്തെ ആയിട്ട്. അപ്പോൾ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ മലേഷ്യൻ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ, നാളത്തെ വീഡിയോയിൽ കാണാം. ഓക്കെ, ലവ് യു ആൻഡ് ബൈ. Children love you and bye. ഞാൻ പോകുന്നു. ബൈ ബൈ.